നടൻ ബൈജു എഴുപുന്ന ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു, ശ്രീനിവാസനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു വേദന തരുന്നൊരു വാർത്തയാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ ആ വാർത്തയെ സമീപിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ്, രണ്ടാഴ്ചയല്ല, ഏകദേശം ഒരു മാസം മുമ്പ് സൈനേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു സൈനേട്ടൻ. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റാനില്ല. ഞങ്ങള് ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഉദയനാണ് താരം എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് പുള്ളിക്കാരന്റെ പാർട്ട്ണർ ബെൻസ് എന്നുള്ള ക്യാരക്ടർ, ബെൻസ് മത്തായി എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ ഏകദേശം ഇവിടം സ്വർഗമാണെന്ന് പറഞ്ഞ സിനിമയിലെ ഒരുപാട് ദിവസങ്ങളെ, അതിനേക്കാൾ ഉപരി സൈനിയേട്ടനായിട്ട് വീട്ടിൽ പോവുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് എന്നുള്ള. ഇപ്പോഴും മരിച്ചു എന്ന് പറയുന്നത് എനിക്ക് എന്താ പറയാ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെ അങ്ങനെ ഇരിക്കണമെങ്കിൽ പോലും ശ്രീനിയേട്ടന് പഴയ കാര്യങ്ങൾ പറയുകയും ഒരുപാട് പൊട്ടിച്ചിരിക്കുകയും ഒക്കെ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കണതിന്റെ ഇടയിലാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് ഇങ്ങനെ വരുമ്പോ ഇടയ്ക്ക് വയലിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോ ചേച്ചി ഇങ്ങനെ ഫുള്ള് ഇനി കഴിക്കേ, എന്നിട്ട് തമാശ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതെല്ലാം എന്റെ മുമ്പിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. എന്താ പറയാ, വലിയൊരു നഷ്ടം തന്നെയാണ്. നഷ്ടത്തിനേക്കാളപ്പുറം അങ്ങനെ ഒരു വാക്കുണ്ടെങ്കിൽ അതാണ്. ശ്രീനിയേട്ടൻ അത്രയും ഒരുപാട് എന്താ പറയാ, വലിയ നഷ്ടമാണ്. വേറെ ഒന്നും പറയാനില്ല അതിനെ കുറിച്ചിട്ട്. ഇപ്പൊ ഞാൻ വീട്ടിലോട്ട് പോകാനായിട്ടുള്ള ഒരു കളി എനിക്കുന്നുണ്ട്. ശരി, ബൈജു എഴുപുന്നയാണ് അനുസ്മരിച്ചത്. ആജ്ഞ തുടരാം. രഞ്ജിത്ത്, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നിരന്തരം ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് നിരന്തരമായ ചികിത്സയിലുണ്ടായിരുന്നു. അടുത്തൊന്ന് വീണതായിട്ട് അറിയുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം അദ്ദേഹം ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ആരോഗ്യം വീണ്ടെടുത്ത് തിരിച്ചെത്തുന്നത് പ്രതീക്ഷിച്ചിരുന്ന മേഖലയിലുള്ളവർക്കും അദ്ദേഹത്തിന്റെ പ്രേക്ഷകർക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ അടുത്ത സമയത്തൊക്കെ നടന്ന ഉദ്ഘാടന ചടങ്ങുകൾ, അതിലൊക്കെയും അദ്ദേഹത്തിന്റെ നർമ്മത്തിൽ ചാലിച്ച തരത്തിൽ അത്തരത്തിലുള്ള അതാണ് ശ്രീനിവാസൻ ശരിക്കും. ഏത് ഒരു പ്രതിസന്ധിയിലും അദ്ദേഹം അതിനെ നർമ്മത്തിൽ കലർത്തി ആളുകളെ കുടുകുടി ചിരിപ്പിക്കുന്ന ഒരാൾ. അതുപോലെ തന്നെ മലയാള സിനിമ ഒരു കാലത്ത് കണ്ട ഒരു ഏടാണ് ശ്രീനിവാസന്റെ സിനിമകൾ എന്ന് പറയുന്നത്. മലയാള സിനിമയുടെ ഒരു ഏട് തന്നെയാണ്. ഒരു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളായാലും അല്ലാതെ ആയാലും പ്രശ്നങ്ങളെ നർമ്മത്തിന്റെ കണ്ണിലൂടെ കണ്ട് അതിനെ എങ്ങനെ വെള്ളിത്തിരിയില്ല, അതിനെ എക്കാലത്തെയും മികച്ച വിജയങ്ങൾ ഒന്നാക്കി മാറ്റാൻ ശ്രീനിവാസൻ എന്ന് പറയുന്ന സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിരുന്ന, നാടകം സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിരുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയിലെ വിവിധ മേഖലകൾ, സമസ്ത മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം പറയുന്നത്. 91 റിലീസായ സന്ദേശം ഇപ്പോഴും മലയാള സിനിമയുടെ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ വിശകലനം നടത്തുന്ന സിനിമ, ഇപ്പോഴും ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെ 48 വർഷത്തെ സിനിമാ ജീവിതത്തിലാണ് അദ്ദേഹം സിനിമയിലെ സകല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമയെ സംബന്ധിച്ചിട്ട് 67-ാമത്തെ വയസ്സിൽ ശ്രീനിവാസൻ എന്ന നടൻ ഇല്ലാണ്ടായി പോകുന്നു അല്ലെങ്കിൽ മാഞ്ഞു പോകുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്, തീരാ നഷ്ടമാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ശ്രീനിവാസൻ മലയാള സിനിമയിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള മറ്റൊരാൾ ശ്രീനിവാസൻ പകരം നിൽക്കാൻ ഒരാളില്ല. തീർച്ചയായും, അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തെ ആയിരുന്നില്ല ശ്രീനിവാസൻ അഭിസംബോധന ചെയ്തത്. എല്ലാ കാലഘട്ടത്തിനും വേണ്ടിയുള്ള സിനിമകൾ ശ്രീനിവാസൻ ചെയ്തു എന്നുള്ളതാണ്. ഇനിയും എത്രയോ കാലം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നിലനിൽക്കത്തക്ക വിധത്തിലുള്ള കാലാനുവർത്തിയായ സിനിമകളുടെ സൃഷ്ടാവ് എന്ന് തന്നെയാണ് ശ്രീനിവാസനെ ഓർത്തെടുക്കുക. അതിപ്പോൾ ഒരുപാട് സംവിധായകർക്കും ഒരുപാട് തിരക്കഥാകൃത്തുക്കൾക്കും ചാർത്തിക്കൊടുക്കാവുന്ന ഒരു പട്ടമല്ല അത്. സ്വാഭാവികമായും ശ്രീനിവാസനെ പോലെ, ലോഹിദാസിനെ പോലെ ഉള്ള എണ്ണം പറഞ്ഞ തിരക്കഥാകൃത്തുക്കൾ മലയാളത്തിലുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും ജീനിയസ് ആയ ഒരു തിരക്കഥാകൃത്ത് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ കൂടിയാണ് മലയാളത്തിന് നഷ്ടമാകുന്നത്. പലപ്പോഴും അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമാ രംഗത്ത് സജീവമാകുമെന്നൊക്കെയുള്ള വാർത്തകൾ, അത്തരം ആഗ്രഹങ്ങൾ മലയാളിക്കുണ്ടായിരുന്നു. പല സംവിധായകരും അത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കമലും സത്യനന്ദിക്കാടും പ്രിയദർശനും ഒക്കെ പിന്നീട് സംസാരിക്കുമ്പോഴൊക്കെ ശ്രീനി തിരിച്ചു വരും, ഞങ്ങൾക്കൊപ്പം ശ്രീനി വരും, ശ്രീനി ഞങ്ങൾക്കൊപ്പം സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു വെക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രതീക്ഷകളൊക്കെയാണ് അസ്തമിക്കുന്നത്. 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയിലൂടെ, പ്രിയദർശൻ സിനിമയാണ്, ശ്രീനിവാസൻ തിരക്കഥാകൃത്തായിട്ട് പിന്നീട് 4 പതിറ്റാണ്ട് പിന്നിട്ട ഒരു തിരക്കഥാ കാലം എന്നുള്ളതാണ്. തിരക്കഥാ സംഭാഷണം എന്ന് ടൈറ്റിൽ തെളിഞ്ഞത് 1984 പക്ഷേ അതിന് മുൻപ് തന്നെ അദ്ദേഹം നിരവധി സിനിമകളുടെ
ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായും റൈറ്ററായും മറ്റും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗസ്റ്റ് റൈറ്ററായും മറ്റും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് KG ജോർജ് സംവിധാനം ചെയ്ത മേളയിൽ ശ്രീധരൻ ചമ്പാടിൻ്റെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കുന്ന ജോലിയുമായി അദ്ദേഹം സഹകരിച്ചിരുന്നു എന്നുള്ളതാണ്. ജോർജ് അടക്കം പലർക്കും ഒപ്പം ചർച്ചയിൽ പങ്കെടുത്ത ശ്രീനിയുടെ പല അഭിപ്രായങ്ങളും അന്ന് വിലമതിക്കപ്പെട്ടു. അന്ന് തന്നെ മലയാള സിനിമയിൽ ശ്രീനിവാസൻ സംസാര വിഷയമായി ഒരു മികച്ച തിരക്കഥാകൃത്ത് കൂടി സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞത്. തിരക്കഥ എന്ന സാങ്കേതികവും സൗന്ദര്യശാസ്ത്രപരവും ഘടനാപരവുമായ എഴുത്തിൻ്റെ രീതികളെക്കുറിച്ച് തനിക്ക് ധാരണ ലഭിക്കുന്നത് ആ ദിവസങ്ങളിലാണ്. KG ജോർജിനൊക്കെ ഒപ്പം പ്രവർത്തിക്കുമ്പോഴാണ് ശ്രീനിവാസൻ പിന്നീട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിരവധി സിനിമകളിലൂടെ ശ്രീനിവാസൻ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി എന്നുള്ളതായിരുന്നു. ഈ സിനിമകളൊക്കെ അവാർഡ് സിനിമകൾ എന്നോ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ചിത്രങ്ങളെന്നോ വേർതിരിക്കാനാവാത്ത തരത്തിൽ പ്രധാനമായിരുന്നു ശ്രീനിവാസൻ്റെ എഴുത്തുകൾ എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. സാമ്പത്തികമായി വിജയിച്ച സിനിമകൾ തന്നെയായിരുന്നു ശ്രീനിവാസൻ മലയാളി പ്രേക്ഷകർക്കായി സമ്മാനിച്ചത്. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിയ, തിയേറ്ററുകളിൽ ആളെ നിറച്ച സിനിമകൾ തന്നെയായിരുന്നു ശ്രീനിവാസനുമായി ബന്ധപ്പെട്ട്. പിന്നീട് ശ്രീ അബു സലിം നടൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അബു സലിം, നിരവധി സിനിമകൾ ശ്രീനിവാസനൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നടൻ കൂടിയാണ് താങ്കൾ. ഈ വിയോഗ വാർത്തയെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വളരെയധികം വിഷമത്തോടു കൂടിയാണുള്ള ഒരു സമയമാണ്. കാരണം ശ്രീനിയേട്ടനായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു. സിനിമ അഭിനയത്തിലൂടെ ആയാലും അല്ലാതെയും അദ്ദേഹം വയനാട്ടിൽ വരുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യമായ ഒരു സുഹൃത്ത് കൽപ്പറ്റയുണ്ടായിരുന്നു. അപ്പൊ അവിടെ വരുമ്പോൾ വളരെ മുമ്പ് തന്നെ ഞാൻ ആയുഷ്കാലം എന്നുള്ള സിനിമയിലാണ് ആദ്യമായിട്ട് ശ്രീനേട്ടനോട് അഭിനയിക്കുന്നത്. പിന്നെ പ്രജാപതിയിലൊക്കെ ഒരുപാട് ദിവസം ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം കൂടി അദ്ദേഹം ആ സമയത്തുണ്ടായ തമാശകളും കാര്യങ്ങളൊക്കെ ഒരു വേദിയിൽ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വേർപാട് നികത്താനാവാത്ത തന്നെയാണ്. മലയാള സിനിമയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും, നമ്മളെ എല്ലാ അഭിനേതാക്കൾക്കും പ്രേക്ഷകർക്കും ഒക്കെ തന്നെ തീരാ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ യോഗം. അബു സലിമാണ് ശ്രീനിവാസനെ അനുസ്മരിച്ചത്. നമുക്കറിയാം, വളരെ പരിമിതികളുണ്ടായിരുന്ന ഒരു നടൻ കൂടിയാണ്. രൂപപരമായൊക്കെ ഒരുപാട് പരിമിതികളുണ്ടായിരുന്ന ഒരു നടൻ കൂടിയാണ് ശ്രീനിവാസൻ. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രയോ സിനിമകളിൽ നായകനായി അഭിനയിച്ച് ആ സിനിമകളൊക്കെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രങ്ങളാക്കി മാറ്റാൻ ശ്രീനിവാസനെ കൊണ്ട് സാധിപ്പിച്ചു. മധുപാൽ ടെലിഫോണിലുണ്ട്. ശ്രീ മധുപാൽ, ജീനിയസ് എന്ന് അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കാം. അതായത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചല്ല, കാലാനുവർത്തിയായ സിനിമകൾ തിരക്കഥാകൃത്ത് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ട്രോളുകളായും ചർച്ചകളായും വരുന്നത് ശ്രീനിവാസൻ സിനിമയിലെ സീനുകളാണ്. അങ്ങനെ അത്തരമൊരു വലിയ ജീനിയസിനെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. മലയാള സിനിമയിൽ മാത്രമല്ല, ലോക സിനിമയിൽ പോലും ഇതുപോലൊരു വ്യക്തി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടത്. അത്രമേൽ കാഴ്ചപ്പാടുള്ള, അത്രമേൽ ഒരു ദർശനമുള്ള വ്യക്തി എന്ന് പറയേണ്ടി വരും. കാരണം ലോകത്തെ ഇനി വരാൻ പോകുന്നത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് മുൻകൂട്ടി കാണാൻ പറ്റുന്ന ഒരു പ്രവാചക സ്വഭാവം പോലുമുള്ള ഒരു എഴുത്തുകാരനും ചലച്ചിത്രകാരനും ശ്രീനേട്ടനിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ശ്രീനേട്ടനോടൊപ്പം സഞ്ചരിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ട്. കാരണം അത്രയും ഷാർപ്പായിട്ടാണ് ഒരു വിഷയത്തെ കാണുന്നത്. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും, റോഡിൽ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ പോലും അയാൾ